ഹായ് ഹലോ വെൽക്കം ടു ഫെല്ല ഷോർട്സ്. ഇന്ന് ഞാൻ കുറച്ച് ക്ലീനിങ് ടിപ്സാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചിടാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മളെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് നല്ല നീറ്റായിട്ട് വിരിച്ചിടുക, അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ ഒരു പാത്രം അപ്പം തന്നെ നീറ്റായിട്ട് അവിടെ ക്ലീൻ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരിക അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അടുക്കള പെട്ടെന്ന് അലങ്കോലമായി കിടക്കണ ആ ഒരു അവസ്ഥ മാറിക്കിട്ടും. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തുണികൾ, അതായത് അലക്കാനുള്ള തുണികളൊക്കെ അന്നന്ന് കഴിയണ അത്രയും നമ്മൾ അലക്കിയിടുക. പിറ്റേന്നൊക്കെ അത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അലക്കാനുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കുറേ മടക്കാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഴിയുന്നവർ അന്നാന്നത്തെ ഡ്രസ്സ് അലക്കാനായിട്ട് ശ്രമിക്കുക. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക കേട്ടോ. അനാവശ്യമായിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാതിരിക്കുക. പിന്നെ ക്രാഫ്റ്റ് ചെയ്യുന്നവരും തയ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ആവശ്യമുള്ളത് എടുത്ത് വെക്കുക. ഒരു 5 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും എടുത്ത് വെക്കുക. കളയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുക. സാധനം നമ്മളെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഒതുക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. അഞ്ചാമത്തെ ടിപ്പ്, നമ്മുടെ ലിവിങ് ഏരിയ എപ്പോഴും നമ്മൾ നീറ്റായിട്ട് ക്ലീൻ ആക്കി കൊണ്ടുവെക്കുക കേട്ടോ. അതായത് ആരെങ്കിലും പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം അവർ കാണുന്നത് നമ്മുടെ ലിവിങ് ഏരിയ ആയിക്കാരം. അപ്പോൾ അതൊന്ന് എപ്പോഴും നീറ്റായിട്ട് കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുക. ആറാമത്തെ ടിപ്പ്, നമ്മൾ അന്നാന്ന് അലക്കിയ തുണികൾ നമ്മൾ അന്നാന്ന് തന്നെ മടക്കാനായിട്ട് ശ്രമിക്കുക. 3 ദിവസം തിരുമ്മിയതൊക്കെ നമ്മൾ കുന്നുകൂടി ഇങ്ങനെ ഇട്ട് കിടക്കുമ്പോൾ ആ തുണി ആകെ ചുരുണ്ട് നാശമായി പോവുകയും ചെയ്യും. പോരാത്തതിന് നമുക്കത് പിന്നീട് മടക്കി വെക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് മടി പിടിക്കും. അപ്പോൾ അന്നാന്നത്തെ ഡ്രസ്സ് അന്നാന്ന് തന്നെ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഷെൽഫൊക്കെ നീറ്റായിട്ട് കൊണ്ടുനടക്കാൻ കഴിയും. ഞാനും ഇതൊക്കെ തന്നെയാണ് ഫോളോ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരുന്നത്. ഏഴാമത്തത്, നമ്മുടെ വീട്ടിലുള്ള എന്ത് കുഞ്ഞു സാധനമാണെന്നുണ്ടെങ്കിലും എത്ര വലിയ സാധനമാണെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയലുകളൊക്കെ ഒതുക്കാനായിട്ട് ഒരു സ്ഥലം, നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഫയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ നമ്മൾ ആ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് വെക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ടവല്, അതുപോലെ നമ്മുടെ കുട്ടികളുടെ ടോയ്സ് ഇടാനായിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികൾ തന്നെ അത് ഒരുവിധം ടോയ്സൊക്കെ അവർ തന്നെ ഒതുക്കി വെച്ചോളും. ഞാനിവിടെ ഫെല്ലൂനും സെന്നൂനൊക്കെ ഓരോരോ ബോക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ സാധനങ്ങൾ, അതായത് അവരുടെ വളമാല, ക്ലിപ്പ്, എയർ ബാൻഡ്, ബണ്ണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒതുക്കാനായിട്ട് അവർക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു 2 ബോക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ എല്ലാ സാധനങ്ങളും അവരുടെ ആ ഒരു ബോക്സിൽ തന്നെ ഇടാനായിട്ട് നോക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വന്നാൽ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ച് എറിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. കുറേ നഷ്ടപ്പെടും, കുറേ കാണാതാവും. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവരുടെ സാധനങ്ങൾ അതിൽ തന്നെ വെക്കാനായിട്ട് നോക്കി. എട്ടാമത്തത്, നമ്മുടെ വാഷ് സ്പേസും അതേപോലെ തന്നെ കണ്ണാടികളൊക്കെ ഒന്ന് തുടച്ചിടാനായിട്ട് ശ്രമിക്കുക. അതായത് ഹോളിലെ വാഷ് സ്പേസും അതേപോലെ തന്നെ ബാത്റൂമുകളിലുള്ള വാഷ് സ്പേസും കണ്ണാടികളും അതേപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയിലൊക്കെ ചില വീടുകളിലൊക്കെ നമ്മൾ വാഷ് സ്പേസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ നീറ്റായിട്ട് കഴുകി വെക്കാനായിട്ട് നോക്കാം. 9ാമത്തത്, ഏതൊരു ജോലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതായത് നമ്മൾ ഓവറായിട്ട് ക്ലീൻ ചെയ്യണ്ട കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ജോലി നമ്മൾ ക്ലീൻ ചെയ്ത് 2-3 മണിക്കൂർ നേരം വൈകി നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള പണികൾ അവിടെ കിടക്കും ചെയ്യും. നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയമൊന്നും നമുക്ക് കിട്ടില്ല. ഇതൊന്ന് കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും.
10ാമത്തത് നമുക്ക് ഏതൊരു കാര്യത്തിനും ഒരു പ്ലാൻ ചെയ്ത് വെക്കുക. തലേ ദിവസം തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുക. ഇത് പിറ്റേ ദിവസം നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഒരുക്കി വെക്കാം. അതായത് കട്ട് ചെയ്ത് വെക്കാം, വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടിപ്സൊക്കെ ഇഷ്ടമായി എങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. എന്നും പറയുന്ന പോലെ തന്നെ പുതുതായിട്ട് നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.